ക്ലാസ്സിലെ മക്കൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് നാളത്തെ എക്സാമിന് എന്തായാലും ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡെസിമൽ മെത്തേഡ്സ് അല്ലെങ്കിൽ നമ്മുടെ ദശാംശ രീതികൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഈ ഒരു ചോദ്യം പഠിക്കാതെ ഒരിക്കലും എക്സാമിന് പോകരുത്. ബിക്കോസ് എന്തായാലും ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കും. അപ്പോൾ നമുക്കൊരു ചോദ്യം നോക്കിയാലോ. ക്വസ്റ്റ്യൻ ഇതാണ്: given that 1 2 3 4 into 56 അല്ലേ, 1 2 3 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1234 into 56 എന്ന് പറയുന്നത് 69,104 ആണ്. 69,104 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഫൈൻഡ് ദ ആൻസേഴ്സ് ടു ദ ഫോളോയിങ് പ്രോബ്ലംസ് വിത്തൗട്ട് ആക്ച്വൽ മൾട്ടിപ്ലിക്കേഷൻ. നമുക്ക് എന്ത് ചെയ്യണം? ചുവടെ കൊടുത്തിരിക്കുന്ന കണക്കുകളുടെ ഉത്തരം ഗുണിച്ചു നോക്കാതെ പറയുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എൻ്റെ കുട്ടികൾ എന്താണ് അറിയേണ്ടത്? നമുക്ക് രണ്ട് സംഖ്യകൾ അല്ലെ, രണ്ട് ദശാംശ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഇവിടെ 1 2 3 4 into 56 അല്ലെങ്കിൽ 56 ഈക്വൽ ടു 69,104 എന്നാണ്. ഇനി നമുക്ക് തന്നിട്ടുള്ള ചോദ്യങ്ങളിലെല്ലാം എന്താ തന്നിട്ടുള്ളത്? നമ്പേഴ്സ് അത് തന്നെയാണ് അല്ലേ. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. പക്ഷെ എന്തിൽ മാത്രമാണ് വ്യത്യാസം വന്നിട്ടുള്ളത്? അതിൻ്റെ ഇടയിൽ അവിടെ ആയിട്ട് ഡെസിമൽ പോയിന്റ് തന്നിട്ടുണ്ട് അല്ലേ. അവിടെ ആയിട്ട് എന്തുണ്ട്? ദശാംശം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉത്തരം എന്ത് തന്നെയായിരിക്കും? 69,104 തന്നെയായിരിക്കും അതിലുള്ള സംഖ്യകൾ. പക്ഷേ നമ്മുടെ ചോദ്യത്തിലെ ദശാംശത്തിനനുസരിച്ച് എത്ര സംഖ്യകൾ വിട്ടിട്ടാണ് ദശാംശം ഇരിക്കുന്നത് അതിനൊക്കെ അനുസരിച്ച് ഉത്തരത്തിലും ദശാംശം വരും. അത് മാത്രമാണ് ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യം. അപ്പോൾ നമുക്ക് നോക്കാം. എൻ്റെ കുട്ടികൾക്ക് സിമ്പിളായിട്ട് മിസ് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാത്തിലും ഉത്തരം എന്ത് തന്നെയായിരിക്കും? ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉത്തരം 69,104 തന്നെയായിരിക്കും. പക്ഷെ അതിൻ്റെ ഇടയിൽ എന്ത് വരും? ഡെസിമൽ പോയിന്റ് വരും. അപ്പോൾ എവിടെയാണ് ഡെസിമൽ പോയിന്റ് വരിക? നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 1.234 ഇൻറ്റു 56. അപ്പോൾ ചോദ്യത്തിൽ രണ്ട് നമ്പേഴ്സ് അല്ലേ, ഒന്ന് ഇത്. ഇതിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് എന്തുള്ളൂ? ഡെസിമൽ പോയിന്റ് ഉള്ളൂ. ആ ഡെസിമൽ പോയിന്റ് വലതുഭാഗത്ത് നിന്നും എത്ര സംഖ്യകൾ മാറിയിട്ടാണ് ഇരിക്കുന്നത്? 1 2 3 അല്ലെ, 3 സംഖ്യകൾ മാറിയിട്ടാണ് ഡെസിമൽ പോയിന്റ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഉത്തരത്തിലും വലതുഭാഗത്ത് നിന്ന് 3 സംഖ്യകൾ മാറിയിട്ടായിരിക്കും ഡെസിമൽ പോയിന്റ് വരിക. അപ്പോൾ ദാ ഇവിടെ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. 1 2 3. അപ്പോൾ എവിടെയാ വരിക? ഉത്തരം എന്തായിരിക്കും? ഉത്തരം 69.104 എന്നായിരിക്കും വരിക. കണ്ടോ, 69.104. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് നോക്കൂ. 123.4 ഇൻറ്റു 0.56. അപ്പോൾ ഇവിടെ എന്തുണ്ട്? രണ്ട് സംഖ്യകളോ അല്ലേ. ഇവിടെയും ദശാംശം വരുന്നുണ്ട്, ഇതിലും എന്ത് വരുന്നുണ്ട്? ദശാംശം വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉത്തരം എന്ത് തന്നെയായിരിക്കും? 69 അല്ലേ. 69,104 തന്നെയായിരിക്കും. പക്ഷെ എവിടെയാണ് ഡെസിമൽ പോയിന്റ് വരിക? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം ഇതിൽ എത്ര സംഖ്യ കഴിഞ്ഞതിന് ശേഷമാണ് ദശാംശം വരുന്നത്? ഒരു സംഖ്യ കഴിഞ്ഞിട്ടാണ് ദശാംശം വരുന്നത്. അപ്പോൾ അവിടെ ഇരിക്കട്ടെ, 1 ഇവിടെ നോക്കി വെച്ചോളൂ. ഇനി രണ്ടാമത്തതിലോ ഇവിടെ 1 2 അല്ലേ, 2 സംഖ്യ കഴിഞ്ഞിട്ട് ദശാംശം വന്നു. നമ്മുടെ ഉത്തരത്തിൽ അപ്പോൾ എത്ര വേണം എന്നറിയോ? ആദ്യത്തതിൽ ഒരു നമ്പർ കഴിഞ്ഞതിന് ശേഷം ഡെസിമൽ പോയിന്റ്, രണ്ടാമത്തതിൽ 2 സംഖ്യ കഴിഞ്ഞതിന് ശേഷം ഡെസിമൽ പോയിന്റ്. അപ്പോൾ മൊത്തം 3 സംഖ്യ കഴിയണം. അപ്പോൾ ഉത്തരത്തിൽ 3 സംഖ്യ കഴിഞ്ഞിട്ട് വേണം ഡെസിമൽ പോയിന്റ് ഇടാൻ. അപ്പോൾ 1 2 3. ഉത്തരത്തിന് എന്തായിരിക്കും വരിക? 69.104 എന്നായിരിക്കും കിട്ടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 12.34 ഇൻറ്റു 5.6 എന്തായിരിക്കും ആൻസർ വരുന്നത്? ഇവിടെയും നമുക്ക് 69,104 എന്ന് തന്നെയാണ് സംഖ്യകൾ വരിക. എവിടെ ഡെസിമൽ പോയിന്റ് വരും? ആലോചിച്ച് നോക്കൂ. ഇവിടെ ദശാംശത്തിന് ശേഷം 2 സംഖ്യകളുണ്ട്, ഇതിൽ ദശാംശത്തിന് ശേഷം ഒരു സംഖ്യ ഉണ്ട്. അപ്പോൾ മൊത്തം 3 സംഖ്യകൾ വലതു ഭാഗത്ത് നിന്നും മാറിയിട്ട് വേണം ദശാംശം ഇട്ട് കൊടുക്കാൻ, ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ എവിടെ വരും? 1 2 3 ഇവിടെ വരും. സോ 69.
0.104 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക? ഈ ഓപ്ഷൻ ഡി, ഈ ഡി വരുന്ന ചോദ്യത്തിൽ എന്തായിരിക്കും ആൻസർ വരിക എന്നുള്ള കാര്യം നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മക്കളെ, ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കാതെ എൻ്റെ കുട്ടികൾ ഒരിക്കലും പോകരുത്. നാളത്തെ നിങ്ങളുടെ 7ാം ക്ലാസ്സിൻ്റെ മാത്സ് എക്സാമിന് എന്തായാലും ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യമാണിത്. എൻ്റെ കുട്ടികൾ എന്തായാലും ഇത് പഠിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ഇനി ഇതേപോലെ തന്നെ ഉറപ്പായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് മിസ് വരുന്നുണ്ട് ഇന്ന് രാത്രി കൃത്യം 7 മണിക്ക്. അപ്പോൾ എല്ലാവരും കൃത്യം 7 മണിയാകുമ്പോൾ നമ്മുടെ ചാനലിലേക്ക് എത്തുക.